എന്റെ ഏട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം മാഡം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ ജീവൻ കൊടുക്കാൻ പോലും. ഏട്ടൻ ജയിലിൽ കിടക്കുന്ന കാലത്തോളം എനിക്ക് MBBS കംപ്ലീറ്റ് ചെയ്യാനാവില്ല. ആത്മഹത്യ ചെയ്യാൻ മാർഗമുള്ളൂ. ഏയ് വിസ്മയ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാ മാഡം. വിനയേട്ടനെ ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്ന. ആ മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോ ഇനി എനിക്ക് ഒരിക്കലും പഠിത്തത്തിൽ ശ്രദ്ധിക്കാനോ പരീക്ഷ എഴുതാനോ ആവില്ല. ഞാൻ തോറ്റുപോവും. തോറ്റുപോയി ജീവിതത്തില്. ഏയ് അങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ സൂചന വെച്ച് നോക്കുമ്പോ ആ അലക്സി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെട്ടെന്ന് പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവായി വിനയചന്ദ്രനെ മനഃപൂർവ്വം കേസിൽ പെടുത്തിയതാ. അയാൾ അടങ്ങണമെങ്കിൽ കാശ് കൊടുത്താലേ പറ്റൂ. അതെ, ഞങ്ങളുടെ കയ്യിലുടൻ അത്രയും ക്യാഷ് എടുക്കാനില്ല. അതെ, ഏട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി ചോദിച്ച് ഞാൻ ഇവിടേക്ക് വന്നത്. മനസ്സിലായി. പക്ഷേ 70 ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല വിസ്മയെ. ഒരു 3-4 ലക്ഷം രൂപയൊക്കെ തന്ന് സഹായിക്കാൻ എനിക്കിപ്പോ പറ്റും. അതിനപ്പുറം ഞാൻ ഹെൽപ്ലെസ്സാ. എന്നാലും നീ എനിക്ക് 2 ദിവസത്തെ സമയം താ. ഞാൻ 1-2 പേരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇത്രയും തുക ഒറ്റയടിക്ക് ചാൻസ് കുറവാ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. നീ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? മറുപടി കൊടുക്കാത്തന്റെ ദേഷ്യത്തിലാവും ആള്. എന്റെ ദൈവമേ, ഈ വിവാഹം നടക്കുന്ന കോളില്ലല്ലോ. എന്റെ രോഹിണി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആര് പറയുന്നത് കേക്കണ്ട. എനിക്ക് വിനയേട്ടനെ കാണണം. മോളെ, ഞാനൊന്ന് പറയട്ടെ. ആരും കൂടെ വന്നില്ലെങ്കിലും ഞാൻ ജയിലിൽ പോയി കാണും. ഞാൻ രോഹിണി നിൽക്ക്. എന്താ നിനക്കിവിടെ പ്രശ്നം? എനിക്ക് വിനയേട്ടനെ കാണണം. ഞാൻ പോയി കണ്ടോളാം ഒറ്റയ്ക്ക്. ആഹാ, അതെങ്ങനെ പോവാൻ പറ്റും? വിനയം തിരിച്ചു വരുന്നതുവരെ നിന്നെ എവിടേക്കും തനിച്ചു വിടുന്ന പ്രശ്നമില്ല. അതെ, നിങ്ങൾ ഇഷ്ടത്തിലായിരുന്നപ്പോ തോന്നുമ്പോ കണ്ട പോലെ റിമാൻഡ് കഴിയുന്ന ഒരാളെ പോയി കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാം ഇപ്പൊ അവന്റെ അടുത്തുണ്ടാവുമായിരുന്നു. ഓ, അതൊന്നും പറയണ്ട. ഈ വീട്ടിലുള്ള ആരെങ്കിലും വിനയേട്ടനെ കാണാൻ ഒരു ശ്രമം നടത്തിയോ? ഇല്ലല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും 3 സഹോദരിമാരും ഉള്ള ഒരാളാ. ഒരു അനാഥനെ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ജയിലിൽ കിടക്കുന്നത്. ഓ, ഇപ്പൊ അങ്ങനായോ? അതെ, നീ ഒരുത്തി കാരണ വിനയേട്ടൻ ഈ ഗതി വന്നത്. അത് മറക്കരുത്. തെറ്റ്.
ഞാൻ കാരണമല്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി കടം വരുത്തി വെച്ചതുകൊണ്ടാ വിനയേട്ടന് ജയിലിൽ പോവേണ്ടി വന്നത്. രോഹിണി ഒന്ന് നിർത്ത്. എന്താ ഇത്? നീ പറയുന്നത് പോലെ ഒരു ധാരണയില്ലാതെ ധാരാളിത്തം കാണിക്കുന്ന ഒരാളല്ല വിനയേട്ടൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.